എല്ലാവർക്കും സ്വാഗതം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലുള്ള ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും, സാഹിത്യപ്രേമികളുണ്ട്, അധ്യാപകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. ഞാൻ വക്കം അബ്ദുൽ ഖാദറുടെ ഒരു പുസ്തകം അദ്ദേഹം മരിച്ചിട്ട് ഏതാണ്ട് 50 കൊല്ലത്തിന് ശേഷം പ്രകാശിപ്പിക്കപ്പെടുകയാണ്. അതൊരു വിശിഷ്ട സന്ദർഭമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകളാണ്. ഒരുതരം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരുമകളായി വരുന്നത്. ഒരു കൾച്ചറൽ ഒരു കൊളിഷൻ, അങ്ങനെ ഒരു സംഭവത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനൊരു അവസരത്തിൽ എനിക്ക് ഈ ഒരു യോഗത്തിൽ സംബന്ധിക്കുവാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നത്. അപ്പം ഞാൻ വിവാഹത്തിനായി ഇവരുടെ കുടുംബത്തിലെത്തുമ്പോൾ അദ്ദേഹം ഇല്ല. വക്കം അബ്ദുൽ ഖാദർ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് എനിക്കൊരു വെയ്ഗായിട്ടുള്ള ഐഡിയയേ ഉള്ളൂ. എഴുത്തുകാരനാണെന്ന് അറിയാം, നോവലിസ്റ്റ് അതുപോലെയുള്ള ചെറുതാകൃതം അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ മേഖല വിജ്ഞാന സാഹിത്യമാണെന്നും അറിയാം. പക്ഷേ ഒരാളെ സൈസപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ. അപ്പം ഇമ്മീഡിയറ്റ് ബന്ധുക്കൾ അവർ പറയുന്നത് അവരോട് ഇടപെടുന്ന രീതികളൊക്കെ ആയിരിക്കും. അപ്പം മകൻ പറയും ചെസ് കളിക്കാനിരിക്കുമ്പം ചെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് ബോർഡും കരിക്കളും എല്ലാം പറത്തി തറയിലോട്ടിടുന്ന മുറ്റത്തേക്ക് എറിയുന്ന ഒരാളാണെന്ന് പറയും. മറ്റു ചില പറയും ക്ഷിപ്രകോപിയാണെന്ന് പറയും. ചിലപ്പോൾ ചിലരോട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് പെൺമക്കളില്ലായിരുന്നു, വേറൊരു സഹോദരന് പെൺകുട്ടികളുണ്ട്, നീ എനിക്കൊരു കുഞ്ഞിനെ എനിക്കിതാ എന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു മൃദു ഹൃദയത്തിനും അദ്ദേഹം ഉടമയായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലം അതെങ്ങനെ ഇരിക്കുന്നെന്ന് മനസ്സിലായത് ഒരു ശോഷിച്ച ലൈബ്രറി ഞാൻ ആ വീട്ടിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് പുസ്തകങ്ങളുടെ നടുവിൽ ഇരിക്കുന്ന വക്കം അബ്ദുൽ ഖാദർ എന്ന ആളിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഞാൻ ചെല്ലുന്ന അവസരത്തിൽ വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ, 2 അലമാര. അതിലൊന്ന് ഒരു ഓപ്പൺ ബുക്ക് ഷെൽഫും ഒരു അല്ലാത്ത ബുക്ക് ഷെൽഫും. അതിൽ നിറയെ ഉണ്ടായിരുന്നത് ഈ വിജ്ഞാന ഗ്രന്ഥങ്ങളാണ്. അത് വളരെ വേരീഡാണ്, വളരെ വേരീഡായിട്ടുള്ള ഒരു കളക്ഷൻ. അതുമെല്ലാം ഈ ഇരട്ടവാലം കുത്തിയത് ജെറിച്ച അവസ്ഥയിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ചില പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് സൂക്ഷിച്ച് ഞാൻ നോക്കിയാൽ പൊടിയും. ഒരു രാഗവിജികൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് ഒന്ന് പ്രദർശിപ്പിക്കണമെന്നുണ്ട്. അത് ഞാൻ സൂക്ഷിച്ച് നോക്കിയാൽ പൊടിഞ്ഞു പോകും, അതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പുസ്തകങ്ങൾ മുഴുവനും വിജ്ഞാന സാഹിത്യമാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഭയങ്കര ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിന് മുഴുവനും ഒരു ദിശാശാലിയുടെ എക്സ്പ്രഷൻസ് ആയിട്ടാണ്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പേഴ്സണൽ നോട്ട്സ് എഴുതിയിട്ടുള്ള ബുക്കുകൾ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്ന ഭയങ്കര ജാതി ആത്മസംഘർഷത്തിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നു. പിന്നെ എഴുത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ പല എഴുത്തുകാരും മികച്ച കൃതികൾ എഴുതുന്നത് ഇത്തരം ആത്മസംഘർഷങ്ങളുള്ളവരാണ്. അവർ എഴുതി വരും ഏറ്റവും നമ്മൾ പേൾ ഉണ്ടാവുന്ന കഥ നമുക്കെല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. ഇദ്ദേഹം വക്കം മൗലവിയുടെ എല്ലാ സാമ്പത്തിക ഉന്നതിയും അതിൻ്റെ തകർച്ചയും എല്ലാം കണ്ടായിരിക്കണം ഇദ്ദേഹമൊക്കെ വളർന്നിട്ടുണ്ടാവുക. അത് കൊടുക്കുന്ന ഭയങ്കരമായ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിനെയെല്ലാം ഇദ്ദേഹം നേരിട്ടത് ഈ എന്താ പറയുക വിജ്ഞാന സമ്പാദനം എന്ന അതിൻ്റെ പുറകെ പോയിട്ടാണ്. അപ്പം ഔദ്യോഗിക വിദ്യാഭ്യാസം 10ാം ക്ലാസ് കൊണ്ട് നിർത്തിയെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കാത്ത മേഖലകളില്ല. നോക്കുമ്പം എന്തുവാണ് ഹിസ്റ്ററി, ഹ്യൂമൻ ഹിസ്റ്ററി പോലെയുള്ള പുസ്തകങ്ങൾ, ചരിത്രം സംബന്ധിയ പുസ്തകങ്ങൾ, റസലിൻ്റെ ബുക്സ്, പിന്നെ അതിനിടയ്ക്ക് ഹിപ്നോട്ടിസം കാണും, പിന്നെ എന്താണ് നമ്മൾ ജാതകം എഴുതുന്ന അതെല്ലാം ഉണ്ട്, ആസ്ട്രോളജി അതെല്ലാം ഉണ്ട്, സംഗീതം, മ്യൂസിക്കിൻ്റെ ബുക്ക്, അങ്ങനെ ഒരു വേരിയഡ് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. പ്രൊഫസറായിരുന്ന M.M. ബഷീർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഓരോ കാലഘട്ടത്തിൽ കാണുമ്പോൾ അദ്ദേഹത്തിന് ഓരോ പെറ്റ്
പെറ്റ് ഒരു ഐഡിയയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇൻസൈഡ് ഔട്ട് പഠിച്ചു കളയും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം. അപ്പോൾ ഏത് സംഗതിയും പഠിക്കുന്നതിന് വേണ്ടി പഠിക്കുക. അത് വിജ്ഞാന തൃഷ്ണ എന്ന് പറയില്ലേ, നമ്മൾ ചുമ്മാ ഡിഗ്രി എടുക്കുന്നതല്ല അത്. വിജ്ഞാന തൃഷ്ണ എന്ന് പറയുന്ന ഒന്നാണ് അദ്ദേഹം അനുഭവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഈ പ്രത്യേകത. കൃതികൾക്കെല്ലാം മറ്റു ഇത് വ്യത്യസ്തപ്പെടുത്തുന്നത് ഈ ഈ എലിമെൻ്റാണ്. ഇത് ഭയങ്കര സെറിബ്രലാണ്, വളരെ സെറിബ്രലായിട്ടുള്ളതാണ്. എന്നോട് പണ്ട് ഗുപ്തനായർ സാറ് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സമകാലീനർക്ക് ഇദ്ദേഹത്തോട് പിന്നെ അസൂയ കലർന്നൊരു ബഹുമാനം ആണ്. അറിവാണ് പ്രശ്നം. എന്ത് ചോദിച്ചാലും അറിയാം, എന്ത് കാര്യത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാം. അതെല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ല. പുള്ളി അതിനുവേണ്ടി മെനക്കെടും, ഇരുന്ന് വായിച്ച് മനസ്സിലാക്കും. ഇപ്പോൾ ഞാനൊരു തെളിവായിട്ട് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ച് കാണണം, ഇംഗ്ലീഷ് സ്കൂളുകളൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഏതോ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക് ഒരു സൈക്ലോസ്റ്റൈൽ പേപ്പറിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ കൈകൊണ്ട് ഒരു ഗ്രാമർ ബുക്ക്, ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക് എഴുതിയിരിക്കുകയാണ്. പേപ്പർ വാങ്ങിക്കാനൊന്നും പൈസ കാണത്തില്ല. ഏതോ ഒരു സൈക്ലോസ്റ്റൈൽ സാധനത്തിൻ്റെ ഒരു പുറം, അന്ന് സൈക്ലോസ്റ്റൈലിന് നമ്മൾ ഫോട്ടോകോപ്പി കളുടെ സൂത്രമാണ്, അതിൻ്റെ ഒരു ഭാഗത്ത് എഴുതിയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ പേജ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓരോ ഐറ്റത്തിൻ്റെ പേജ് നമ്പർ, നോട്ട്ബുക്കിൽ പേജ് നമ്പർ, ഇൻഡെക്സിൽ പേജുണ്ട്. പക്ഷേ ഏത് ബുക്കാന്നുള്ള ഭാഗം കീറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏത് ബുക്കാന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു സംഗതി പഠിക്കാം. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള എഴുത്തുകൾ കാണാം, ഇമ്മാക്കുലേറ്റ്. ഇത് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നില്ല നമുക്ക് പെട്ട ആർക്കെങ്കിലുമൊക്കെ എഴുതാൻ സാധിക്കുമെന്ന്. അത്ര കൃത്യമായിട്ട് ആർക്കൊക്കെ എഴുതിയിരിക്കുന്ന കത്തുകൾ പുള്ളി ഡ്രാഫ്റ്റുകളാണ്. വളരെ ചേസ്റ്റ് ഇംഗ്ലീഷിലാണ് എഴുതുക, നല്ല ഇംഗ്ലീഷ് ഭാഷ. അപ്പം ഒരാൾ തന്നെ ഇത്രയും സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ പരിശ്രമം, അതിന് പറയും ഒരു സംഗതി പഠിക്കാനുള്ള പരിശ്രമം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സാഹിത്യത്തിലെ ഒരു സംഗതി. ആളുകൾക്ക് അസൂയാവഹമായിട്ടുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധിഷണാശാലി തന്നെയായിരുന്നു. ഞാൻ കണ്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലായത്. പക്ഷേ വാർദ്ധക്യം എടുത്തു കഴിഞ്ഞപ്പോൾ പല രോഗപീഠകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മലയാള ലെക്സിക്കോണിൽ ഷംസുദ്ദീൻ സാർ റിട്ടയർ ചെയ്തു, ഇപ്പം അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിന് എഴുതിയ ഒന്ന് രണ്ട് കത്തുകൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കൈമാറിയിരുന്നു. അത് വായിച്ചപ്പോൾ ഞാൻ തകർന്നുപോയി. ഇത്രയും വലിയ അതിസമ്പന്നനായ ഒരു പിതാവിൻ്റെ മകൻ വാർദ്ധക്യത്തിൽ, അത്രയും വാർദ്ധക്യം എന്ന് പറയാനില്ല, 64 വയസ്സിലാണ് മരിക്കുന്നത്. വളരെയധികം സാമ്പത്തികവും പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്നു. 1-2 വരികളേ ഉള്ളൂ, വളരെ ഋജുവായ കത്തുകൾ, 2 വരി 3 വരിയൊക്കെ ഉള്ളൂ. പക്ഷെ അതിനകത്ത് മുഴുവനും ഭയങ്കരമായ ഒരു സാഗരമാണ്. ഇപ്പോൾ കാര്യം എഴുതുകയാണെങ്കിൽ അതിനകത്ത് വളരെ കൊച്ചു വാചകങ്ങളിൽ വൃത്തിയായിട്ട് പറയും. ഒരു ഭാവം എക്സ്പ്രഷൻ എടുക്കാൻ നേരത്ത് അതേപോലെ തന്നെയാണ്, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തിനെ മനസ്സിലാക്കുന്നത്. മക്ക അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പോലെയാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ തൂലിക ചിത്രം വെളിച്ചം കാണുകയാണ്. എൻ്റെ ഹസ്ബൻഡും ഞാൻ, ഡോക്ടർ ഹിഷാം, ഇദ്ദേഹവും ഞാനും കൂടി ഒരുപാട് സാഹിത്യകാരന്മാരുടെ അടുത്ത് ഈ തൂലിക ചിത്രം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഈ തൂലിക ചിത്രത്തിന് വേണ്ടിയിട്ട് ഹണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് പറഞ്ഞു, സാറിൻ്റെ കയ്യിലുണ്ട്, പക്ഷേ സാറിൻ്റെ ബുക്സ് എല്ലാം വാർദ്ധക്യത്തിലാണ് ഞങ്ങൾ കാണുന്നത്. ബുക്സ് എല്ലാം എവിടെയോ, സാറിന് തന്നെ അറിയില്ല, എവിടെയെല്ലോ ആയി പോയിട്ടുണ്ട്. ഏതോ നിലവറ പോലെ എവിടെയോ ആയിപ്പോയി, നിവൃത്തിയില്ല. പിന്നെ അടുത്തത് ഗുപ്തനായർ സാറ് പറഞ്ഞ അത് എൻ്റെ കളക്ഷനിലുണ്ടാവും, ഞാൻ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു പറഞ്ഞു. അദ്ദേഹത്തിന് ഈ വാർദ്ധക്യം വായിക്കുന്ന ഈ പുസ്തകത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാടാണ്, ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ. അപ്പോൾ അവരുടെ ഏതോ കുടുംബ വീട്ടിലിരിക്കുകയാണ്, ആഴ്ചതോറും അവിടെ പോകുന്നു, അപ്പോഴേ കാണാറുള്ളൂ. ഇങ്ങനെ പലരോട്ട് അന്വേഷിച്ചിട്ട് കിട്ടാണ്ട് കിടന്നിരുന്നതാണ്. അപ്പോഴാണ് ഒരു അത്ഭുതം പോലെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ബന്ധു തന്നെയായിട്ടുള്ള സമീർ മുനീർ ഈ പിന്നെ ഗ്രന്ഥം കണ്ടെടുക്കുകയും അയാൾ ഏത് പാതാളക്കാരനെ കൊണ്ട് കണ്ടുപിടിച്ചത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, ദുബായിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെയുള്ള 3 പെൻ പോർട്രേറ്റ്സ് ആണുള്ളത്, 3 പെൻ പോർട്രേറ്റ്സ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് തൂലിക ചിത്രങ്ങൾ എന്നുള്ള പേരിലാണത് എഴുതുന്നത്. അപ്പോൾ ഈ തൂലിക ചിത്രങ്ങൾ ഒറ്റ വോള്യമായിട്ട് ഇങ്ങനെ എഴുതുന്നതിന് ഒരു 3 ഘടകങ്ങളാണ് ഉണ്ടായത്. ഈ പുസ്തകം സമീർ കണ്ടുപിടിക്കുന്നു, അജീർ എന്ന് പറഞ്ഞ വേറൊരു മഹാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു, ഇതെങ്ങനെയും പുസ്തകമാക്കണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ നിൽക്കുന്നു, സുഹൈർ എന്ന് പറയുന്ന
മറ്റൊരാൾ ചാലകശക്തി പോലെ എതിർക്കുന്നു. അപ്പം ഈ ത്രയങ്ങളാണ് ഇതിനെ പുറത്തേക്ക് ഇറക്കാനായിട്ടുള്ള ഒരു ചാലകശക്തികൾ. ഒരു 3 പേരും കൂടെ കൂടിയപ്പോഴാണ് ഇത് സാധ്യമായി തീർന്നത്. അപ്പോൾ ഈ 3 പേരെയും എത്രയും ശ്ലാഘിച്ചാലും മതിയാവില്ല, അതല്ലെങ്കിൽ ഈ പുസ്തകം വരില്ല. ഞാൻ വളരെ പല പല കാര്യങ്ങൾ പറഞ്ഞ് ഇച്ചിരി വൈകിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇറക്കണം, പുസ്തകം വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ധൃതി കൂട്ടുകയായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് സാനുമാഷെ സമീപിക്കുന്നു. സാനുമാഷിന് വളരെ സന്തോഷമായിരുന്നു. സാനുമാഷ് ഒരു പക്ഷേ വക്കം അബ്ദുൽ ഖാദറിനെ നേരിട്ട് കണ്ടിട്ടുള്ള സാഹിത്യകാരന്മാരിൽ അവസാനത്തെ ആളുകളിൽ ഒരാളായിരിക്കണം സാനുമാഷ്. എന്നിട്ടും സാനുമാഷ് ചെറുപ്പമായപ്പോഴാണ് കണ്ടിട്ടുള്ളത്. സാനുമാഷ്ക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്, വായിച്ച സംഗതികൾ എന്നോട് പറയുന്നു. അപ്പം നമുക്കറിയാലോ, ഒരു കൃതി വായിച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണമെങ്കിൽ അത്രയ്ക്കും വളരെ ഇമ്പ്രസീവായിട്ടുണ്ടാവണം. അങ്ങനെ അപ്പം തൂലിക ചിത്രങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യാനായിട്ടാണ് ഒരു തീരുമാനമായിട്ട് വരുന്നത്. അങ്ങനെ അത് റിലീസ് ചെയ്യാനുള്ള ദിവസമാണെന്ന്. ഇനിയിപ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് കാണുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു അധ്യാപികയായിരുന്നാണ്, എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷായിരുന്നു. ഇനിയുള്ള തലമുറയാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് പരിചയപ്പെടേണ്ടത്. അപ്പോൾ തൂലിക ചിത്രങ്ങളുടെ വശ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ പോർട്രേറ്റ്സ് ആണല്ലോ. അത് ഒരു കണക്കിൽ പറഞ്ഞ ഇത്തരം ബയോഗ്രഫിയാണ്. പക്ഷെ ബയോഗ്രഫി ആണോന്ന് വെച്ചാൽ ബയോഗ്രഫി അല്ല. കാരണം വളരെ വിരസമായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു പോകാതെ അതിൻ്റെ അകത്ത് അങ്ങനെ എസ്തറ്റിക്കായിട്ട് ഇങ്ങനെ ഇത്തരം വസ്തുതകളെ ഇങ്ങനെ എസ്തറ്റിക്കായിട്ട് കാണിക്കാം. ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളുടെ ഒരു ആത്മപ്രകാശനം, അവരാരായിരുന്നു എന്നുള്ളത് അവരുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ തെളിയിച്ചു കൊടുക്കുക, അതൊരു ക്രാഫ്റ്റാണ്. ആ ക്രാഫ്റ്റ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സാനുമാഷ് അവതാരിക തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വിധത്തിൽ അവതാരികകൾ ഈ വിധത്തിലുള്ള പെൻ പോർട്രേറ്റ്സ് തൂലിക ചിത്രങ്ങൾ മലയാളത്തിലധികം ഉണ്ടോ എന്ന് സംശയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. യു ഹാവ് ടു റീഡ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സംഗതികൾ മനസ്സിലാവുള്ളൂ. ഞാൻ എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നതെന്നുള്ളത്. എനിക്ക് അത്ര ഭാഷാ പരിജ്ഞാനം പോരാ, പക്ഷേ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവും, ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻ്റ് എന്നുള്ളത്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ചില വിദേശ പെൻ പോർട്രേറ്റ്സ് സാഹിത്യകാരന്മാരുടെ ഫോളോ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് പുള്ളി ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ ഭാഷ മാത്രമല്ല, തൂലിക ചിത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ജാൻർ, അതെങ്ങനെ വീണ്ടും റിവൈവ് ചെയ്യാന്നുള്ളത് പുതിയ കാലത്തെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് എനിക്ക് തോന്നിയത്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെ പുലികുട്ടികളും സിംഹങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് മനസ്സിലായി. എനിക്ക് വളരെ കൊച്ചു ബുദ്ധിയേ ഉള്ളൂ, കുറച്ച് ആസ്വാദന ശേഷിയുമേ ഉള്ളൂ. അപ്പോൾ അതിനേക്ക് അത്രയും വലിയ കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെ ആളുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളുടെ റിലീസ് ചെയ്യുന്ന ആൾ എത്തിയിട്ടില്ല, നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞത് കൊണ്ട്, ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ യോഗം തുടങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്വാഗതം പറയേണ്ടത് പുള്ളി വഴിയിലാണ് എങ്കിൽ പോലും ബിനോയ് വിശ്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സാമൂഹ്യ സാംസ്കാരിക ഒരു പ്രതിബദ്ധതയുള്ളൊരു നേതാവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം കാര്യം ചോദിച്ച വഴി ഞാൻ തന്നെ റിലീസ് ചെയ്യും, ഒരാൾ പ്രൊആക്റ്റീവായിട്ട് പറയുകയാണ്. അത് വളരെ നല്ലൊരു റിയാക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉത്തമ വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്, ലേറ്റായാലും പുള്ളി വരും. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ സ്നേഹാദരങ്ങളോട് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വരുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. പിന്നീട് ഈ പുസ്തകം റിലീസ് ചെയ്ത് പ്രകാശനം ചെയ്ത് സ്വീകരിച്ച് സംസാരിക്കുന്നതിനായിട്ട് PK രാജശേഖരൻ, അദ്ദേഹം ഒരു യുവയാണ്. കാരണം ബാക്കിയുള്ളത് ലെങ്ത് ഓഫ് ടൈം വെച്ച് നോക്കുമ്പോഴത്തേക്കും നിരൂപകൻ, അയാൾ യുവ നിരൂപകൻ എൻ്റെ വായിൽ വരുന്നതിൻ്റെ കാര്യം ഇദ്ദേഹത്തിന് എനിക്ക് ആദ്യം അറിയാവുന്ന, അയാൾ വളരെ ചെറുപ്പമായിട്ടുള്ള സമയത്ത് മുതലേ അറിയാവുന്നതും കൊണ്ടാണ്. പക്ഷെ വളരെ ടാലൻറ്റഡ് ആൻഡ് എന്താ പറയുക, ഭയങ്കര അറിവാണ്. ഈ നിരൂപകന്മാർക്ക് വേണ്ട ഒരു സംഗതി എങ്ങനെയും കൂടിയാണല്ലോ. അവർക്ക് സാഹിത്യ നിരൂപണമാണെങ്കിലും അവർക്ക് വേണ്ടുന്ന സംഗതി എന്ന് വെച്ചാൽ അപാരമായ അറിവാണ്. കാര്യം അവർക്ക് ഇതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് വെച്ചാൽ അവരുടെ അറിവാണ്. അപ്പം ഒരു സാഹിത്യ നിരൂപകൻ്റെ പുസ്തകം സ്വീകരിച്ച് അതിനെക്കുറിച്ചൊരു പ്രഭാഷണം നടത്താൻ എന്തുകൊണ്ട് യോഗ്യനായ
PK രാജശേഖരന് ഞാൻ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് VK ദാമോദരൻ സാറ് വക്കംബോലി ഫൗണ്ടേഷൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളവർ പരിചയപ്പെട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ദീർഘകാലം ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് സുത്യർഹമായ സേവനം അന്വേഷിച്ച ആളാണ്. പക്ഷെ അത് അറിയില്ലാത്ത ആളുകൾക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, ബേസിക്കലി എഞ്ചിനീയറാണ്. അദ്ദേഹം അതിൻ്റെ ഡയറക്ടർഷിപ്പോ ചെയർമാൻഷിപ്പോ ഏറ്റെടുക്കാത്ത ശാസ്ത്ര സാങ്കേതിക ഓർഗനൈസേഷൻസ് കുറവാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏതോ ഒരു ശാസ്ത്ര ഓർഗനൈസേഷൻ്റെ ഹെഡായിട്ട് ഇപ്പോഴും ചുമതല വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെയും ആദരപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഫെലിസിറ്റേഷൻ പറയാനായിട്ട് 1-2 പേര് വന്നിട്ടുണ്ട്. ഒരെണ്ണം പ്രസന്നരാജൻ സാറാണ്. പ്രസന്നരാജൻ സാറ് മലയാള പ്രൊഫസറുമാണ്, എഴുത്തുകാരനുമാണ്. 80-കളിലൊക്കെ 80-കളിലും 90-കളിലൊക്കെ ധാരാളമായിട്ട് എഴുതിയിരുന്നു. ഇപ്പോൾ അത്ര എഴുതുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ധാരാളമായിട്ട് എഴുതിയിരുന്ന ആളാണ് പ്രസന്നരാജൻ സാറ്. അതിനുപരി എൻ്റെ കൊളീഗായിരുന്നിട്ടുണ്ട്. ഞാൻ സർവീസിൽ ആദ്യം കയറുമ്പോൾ 1983 അന്ന് അദ്ദേഹം മലയാളം വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ. പിന്നെ അവിടെ നിങ്ങളുടെ അദ്ദേഹത്തെ ഹിഷാമിൻ്റെ ഫാമിലി, വക്കം അബ്ദുൽ ഖാദറുടെ മകൻ്റെ ഫാമിലിയുമായിട്ട് അവരുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് വളരെ അടുത്ത സൗഹൃദം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇതിൻ്റെ ഒരു പഠനം നടത്തി എന്ന് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വളരെ സഹർഷമാണത് എൻ്റെ റിക്വസ്റ്റ് സ്വീകരിച്ചത്. അദ്ദേഹം അത് ചെയ്തു തന്നിട്ടുമുണ്ട്. അത് ഇപ്പോൾ പുസ്തകത്തിലേക്ക് ചേർത്തിട്ടുമുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ ഇതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സരിത വർമ്മ ലളിതാംബിക അന്തർജനത്തിൻ്റെ ചെറുമകളാണ്, പത്രപ്രവർത്തകയാണ്. പിന്നെ ഇവിടുത്തെ ഒരുപാട് ജാതി ഫങ്ഷൻസിൽ സരിത പാർട്ടിസിപ്പൻ്റ് ആയിരുന്നിട്ടുണ്ട്. ഞാൻ അടുത്ത് പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ സരിതയുടെ ബന്ധുവായിട്ടുള്ള ഗീത ഹിരണ്യൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഹിരണ്യനും അതുപോലെ തന്നെ. അവർ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു അടുപ്പം ആ കുട്ടിയോട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സരിതയെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ എനിക്ക് ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിൻ്റെ ഏറ്റവും എന്താ പറയുക ഒരു ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ച സുഹൈർ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് അനൗചിത്യമായിട്ട് വിചാരിക്കേണ്ട കാര്യം. ഇതൊരു യോഗമാണ്. യോഗത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കടുംപിടുത്തം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ പുസ്തകം പുറത്തിറങ്ങുകയില്ലായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ ക്ഷീണമൊക്കെ ഉണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെയാണ് എങ്ങനെയെങ്കിലും ഈ പുസ്തകം പുറത്തിറക്കുക. ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി പുള്ളി ഇങ്ങനെ അരയും തലയും മുറുക്കി ഇറങ്ങാന്ന് പറയില്ലേ, അങ്ങനെ ഇറങ്ങി ഈ പറഞ്ഞ പോലെ പുസ്തകം പ്രകാശിപ്പിച്ചെടുക്കണം. അതുവരെ അദ്ദേഹം വളരെ അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയാനുള്ളവർ ഒരുപാട് പേര് നമ്മളുടെ എന്താ പറയുക ക്ഷണം സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ള ബന്ധുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കൊളീഗ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, റിസർച്ച് സ്കോളേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ധാരാളം പേര് ഇവിടെ സന്നിഹിതരായിരുന്നു. കുറേ പേര് ഇപ്പോൾ കാണാനില്ല. ഒരു പത്രക്കാരാന്ന് വിചാരിക്കുന്നു. എനിവേ അവർക്കും എല്ലാവർക്കും ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.